റെട്രോ ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾ ആദ്യമായി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ സ്ലോ ഈസി ടു റൈഡ് മോട്ടോർ സൈക്കിൾ ആയിരിക്കും. ബട്ട് നിങ്ങൾ ഈ ബൈക്ക് ഒരിക്കൽ ഓടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒപ്പീനിയൻ മാറ്റും. ലേറ്റായി വന്നാലും ഒട്ടും ലേറ്റസ്റ്റ് ഇല്ലാവുന്നതാണ് യമഹ XSR 155. ഇപ്പോൾ ഈ റെട്രോ ബൈക്ക് മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. TVS റോണിൻ ഉണ്ട്, ട്രാമിൻ്റെ T4 ഉണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ 100 ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് ഈ ബൈക്കിന്. യമഹയിൽ MT15, R15 അതിൽ വരുന്ന സെയിം ചാസിയാണ് ഈ ബൈക്കിലും വരുന്നത്. പിന്നെ ബ്രേക്കിംഗ് സെറ്റപ്പ് ആയാലും സസ്പെൻഷൻ ആയാലും ബൈക്കിൽ സെയിം ആണ്. ആകെ വരുന്ന ഡിഫറൻസ് ബൈക്കിൻ്റെ പാനൽസ് ആണ്. കുറച്ച് റെട്രോ തീംഡ് ആയി. R15 വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര അഗ്രസീവ് റൈഡിംഗ് പൊസിഷൻ അല്ല, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്. ഈ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫീൽ ചെയ്ത കാര്യം ബൈക്കിൻ്റെ വെയിറ്റ് ആണ്. ബൈക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കൗണ്ടറൊക്കെ പുഷ്പം പോലെ എടുക്കും, നമ്മൾ വിചാരിക്കുന്ന ബൈക്ക് പോകും. അതേപോലെ തന്നെ ബൈക്ക് സിറ്റിയിലായാലും വളരെ ഈസി ടു ഹാൻഡിൽ. ട്രാഫിക്കിലൊക്കെ വെട്ടിച്ചെടുക്കാൻ ഒരു വെയിറ്റ് ഇല്ല ബൈക്ക്. ഫോട്ടോയിലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, നല്ല റെട്രോ ലുക്കിംഗ് ബൈക്ക്. ബട്ട് നേരിട്ട് കണ്ടപ്പോൾ ഈ കാര്യം മനസ്സിലായി. യമഹ എവിടെയൊക്കെ എന്തൊക്കെയോ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് യമഹ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ നിയോ റെട്രോ ലുക്കിലാണ് ഈ ബൈക്ക് വരുന്നത്. ബൈക്കിൻ്റെ ഓരോ പാർട്സും ആ റെട്രോ ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഒരു പാർട്ടും റെട്രോ അല്ലെന്ന് തോന്നിക്കുന്നില്ല. ഇതിൻ്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് യമഹയിലെ XSR 900 2016 ഒരു ബൈക്കിലാണ്. അതൊരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ബൈക്ക്. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഇതിലും കിട്ടുന്നുണ്ട്. ലുക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബൈക്ക്. ബൈക്കിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തന്നത്. ബട്ട് ഈ പ്രൈസ് പോയിന്റിൽ അത് കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബൈക്കിൽ ഒരുപാട് റൗണ്ട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ആയാലും ടെയിൽ ലാമ്പ് ആയാലും ഫ്യൂൽ ആയാലും TFT ആയാലും. ബട്ട് മിറർ എന്തോ മാത്രം റൗണ്ട് കൊടുത്തില്ല. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മറന്നോ എന്ന് തോന്നുന്നു ഡിസൈൻ ചെയ്തപ്പം റൗണ്ട് കൊടുക്കാൻ. ഇത്രയും നേരം യമഹയിലെ ഡിസൈനെ പൊക്കി പറഞ്ഞില്ലേ, ഒന്ന് താത്തി പറയാം. ഡിസൈൻ ഇഷ്ടപ്പെടാത്ത കാര്യം ബൈക്കിൻ്റെ എഞ്ചിൻ ഏരിയയാണ്. ബാക്കി എല്ലാവരും പ്രോപ്പറായി ഡിസൈൻ ചെയ്ത് എഞ്ചിൻ ചെയ്യുന്നത് R15 നേരിട്ട് വെച്ചു. ഫുൾ ഒരു ബിസിയാണ്. പൈപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും, വയറിംഗ് ഹാർനസും റേഡിയേറ്റർ ഹോസും എല്ലാം കൂടെ ആയപ്പോൾ ഒരു വൃത്തിയിടാം. അറ്റ്ലീസ്റ്റ് അത് ഡിസൈൻ ചെയ്തപ്പോൾ ബ്ലാക്ക് കൊടുത്തെങ്കിൽ ഇത്ര വൃത്തിയുടെ വരത്തില്ലായിരുന്നു. അതാണ് എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ഈ ബൈക്കിലെ ബെസ്റ്റ് ഫീച്ചർ എന്ന് ബൈക്കിൻ്റെ എഞ്ചിനാണ്. ഇത് യമഹയിൽ 155cc 18 ഹോഴ്സ് പവർ എഞ്ചിനാണ്. സാധാരണ ഒരു ബൈക്കിന് ഒന്നെങ്കിൽ ലോ എൻഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഹൈ എൻഡ് പെർഫോമൻസ്. ബട്ട് യമഹയിലെ ഈ ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ എൻഡ് പെർഫോമൻസും ഉണ്ട്, നല്ല ഹൈ എൻഡ് പെർഫോമൻസും ഉണ്ട്. ഇത് യമഹയ്ക്ക് മാത്രമുള്ള VVA ടെക്നോളജി കൊണ്ടാണ്. VVA ടെക്നോളജി എന്ന് പറഞ്ഞാൽ വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ. ഈ ബൈക്കിന് 2 ക്യാം പ്രൊഫൈലുണ്ട്. നമുക്ക് ഈ ബൈക്കിൻ്റെ 0 to 100 പെർഫോമൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിച്ചത് 11 to 12 സെക്കൻഡ്സിലാണ്. യമഹ 155cc എഞ്ചിൻ വെച്ചുകൊണ്ട് 200cc ബൈക്കിന് അവരെ ബീറ്റ്. അതാണ് എഞ്ചിൻ്റെ പ്രത്യേകത. ഈ എഞ്ചിൻ്റെ പവർ ഡെലിവറി എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 4000-5000 RPM വരെ നല്ല പവർ വരും. പിന്നെ ഒരു ഫ്ലാറ്റ് ആണ്. പിന്നെ 7000 പിന്നെ പവർ കിട്ടും. ഇപ്പോഴാണ് VVA വരുന്നത്. VVA കിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പവർ ചേഞ്ചിങ് പെട്ടെന്ന് കിട്ടും. സൗണ്ട് ചെറുതായിട്ട് മാറും. ഭയങ്കര വലിച്ചുകൊണ്ട് പോകുന്ന പവറൊന്നും അല്ല, ബട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഈ ബൈക്ക് സിറ്റിയിൽ ഓടിക്കാൻ വളരെ എളുപ്പമാണ്. ബൈക്ക് നല്ല ലോ ആൻഡ് ടോർക്ക് ഉള്ളതുകൊണ്ട് ബൈക്ക് 3rd ഗിയർ ഇട്ടാലും എത്ര സ്ലോ സ്പീഡ് ഓടിക്കാൻ പറ്റും. അതാണ് ഈ ബൈക്കിൻ്റെ പ്രത്യേകത. പിന്നെ ബൈക്കിൻ്റെ വെയിറ്റും വളരെ കുറവാണ്. 137 kg ഉള്ളൂ. അതുകൊണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സിറ്റിയിലൊക്കെ ഈസിയാണ്. പിന്നെ ബൈക്കിൻ്റെ വീൽ ബേസ് ഷോർട്ടർ ആയതുകൊണ്ട് സിറ്റിയിൽ ഗ്യാപ്പൊക്കെ എടുക്കാനും യൂട്ടേൺ എടുക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ്. ബട്ട് ഈ ഷോർട്ടർ വീൽ ബേസ് സിറ്റിയിലൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും ഹൈവേ പോകുമ്പോൾ ഒരു അത്ര അഡ്വാൻറ്റേജ് അല്ല. അതൊരു പ്രശ്നമാവും, എന്താണെന്ന് പറയാം. പിന്നെ TFT രാത്രി ആയപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കാണുന്നത്. ഡേ ടൈമിൽ സൺലൈറ്റ് കാരണം അത്ര വിസിബിലിറ്റി ഇല്ല. രാത്രി ആയപ്പം ബാക്ക് ലിറ്റ് ഉള്ളതുകൊണ്ട് പ്രോപ്പറായി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് TFT. ബൈക്കിൻ്റെ ക്ലച്ചും വളരെ ലൈറ്റ് വെയിറ്റ് ക്ലച്ചാണ്. കൈയൊന്നും അധികം വേദന എടുക്കത്തില്ലെന്ന്. എത്ര നേരം ട്രാഫിക് ആണെന്നാലും കൈക്കൊന്നും അധികം വേദന ഒന്നും വന്നിട്ടില്ല. വളരെ ഈസി ടു യൂസ് ആണ്. അതുപോലെ തന്നെ ബൈക്കിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. ലോ സ്പീഡിൽ ഓട്ടിച്ചാലും ട്രാഫിക്കിൽ ഓട്ടിച്ചാലും 40 എന്തായാലും കിട്ടും. എല്ലാം കൂടി നോക്കുമ്പോൾ നല്ലൊരു സിറ്റി ബൈക്കാണ്. ബട്ട് സിറ്റിയിൽ ഒരു പ്രോബ്ലം ബൈക്കിന് എന്തായാലും ഫേസ് ചെയ്യും. നിങ്ങൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നും. എന്താണെന്ന് അടുത്ത പറയുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ്റെ അപ്സൈഡ് ഡൗൺ 37mm ഫോർക്കാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം സ്റ്റിഫായ ഒരു സ്പ്രിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പോർട്ടി റൈഡിങ്ങിനാണ് ട്യൂണിങ്ങും വരുന്നത്. അതാണ് ഫ്രണ്ട് സസ്പെൻഷൻ. കാണാൻ പറ്റുന്ന അറിയത്തില്ല. റിയർ വരുന്നത് സിംഗിൾ മോണോഷോക്കാണ്. ഇതും കുറച്ച് സ്റ്റിഫായ സെറ്റപ്പാണ്. ഇതിലും പ്രീലോഡും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതും ഒരു സ്പോർട്ടി റൈഡിങ്ങിനാണ് കൂടുതലും വരുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്.
ഈ സസ്പെൻഷൻ സെയിം റോഡിൽ 2 സ്പീഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം സെയിം റോഡിൽ ലോ സ്പീഡിൽ ഓടിച്ചു നോക്കും, എന്നിട്ട് ഹൈ സ്പീഡിൽ ഓടിച്ചു നോക്കും. ലോ സ്പീഡിൽ നോക്കുക ആദ്യം. ഇത് കണ്ടിടവ് അത്യാവശ്യം അടി വരുന്നുണ്ട്. സസ്പെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നതും സീറ്റിൽ നിന്നും നല്ല അടി വരുന്നുണ്ട്. ഫ്രണ്ടിലായാലും റിയർ സസ്പെൻഷനിലായാലും നല്ല രീതിയിൽ കയ്യിൽ അടി വരുന്നുണ്ട്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. നമുക്ക് ഹൈ സ്പീഡിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹൈ സ്പീഡിൽ അത്യാവശ്യം അബ്സോർബ് ചെയ്യുന്നു, ഫ്രണ്ട് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. റിയറിൽ നിന്ന് സ്റ്റിൽ കുറച്ച് അടി വരുന്നുണ്ട്. ആക്ച്വലി സസ്പെൻഷൻ കുറച്ച് ഹൈ സ്പീഡ് സ്പോർട്ടി റൈഡിങ്ങിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രോബ്ലം വരുന്നത് സിറ്റിയിൽ ഓടിക്കുമ്പോഴാണ്. സിറ്റിയിലൊക്കെ ലോ സ്പീഡ് ബമ്പറിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ ഓടിക്കുമ്പോൾ നല്ല അടി വരുന്നുണ്ട്. അത്ര കംഫർട്ടബിൾ അല്ല സിറ്റിയിൽ. കംഫർട്ടബിൾ അല്ല എന്ന് പറയേണ്ടി വരും സിറ്റിയിൽ. റൈഡിംഗ് പൊസിഷൻ സീറ്റായിട്ട് പറയുകയാണെങ്കിൽ സീറ്റായിട്ട് വരുന്നത് 8 ആണ്. ബൈക്ക് വളരെ നാരോ, നമുക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. റൈഡിംഗ് പൊസിഷൻ വരുമ്പോൾ അപ്പർ ബോഡി കുറച്ച് സ്പോർട്ടിയാണ് വരുന്നത്. ലെഗ് പൊസിഷൻ വരുമ്പോൾ കുറച്ച് ക്രാംഡാണ്, കുറച്ച് നല്ല ലെഗ് ബെൻഡ് വരുന്നുണ്ട്. അത് കാണാൻ പറ്റും, അത്യാവശ്യം ലെഗ് ബെൻഡ് ഉണ്ട്. ബട്ട് നമ്മൾ അപ്പർ ബോഡി അത്ര സ്പോർട്ടി അല്ല, ബട്ട് ലെഗ് കുറച്ച് സ്പോർട്ടിയാണ്. അതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ചിലപ്പോൾ ഫീൽ ചെയ്യും. ബൈക്ക് വളരെ നാരോ ആണ്, ഈസിയായി നമുക്ക് ടാങ്കൊക്കെ ഹഗ് ചെയ്യാൻ പറ്റും. സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബൈക്കിൽ വരുന്നത് റെട്രോ ലുക്കിംഗ് സീറ്റാണ്. ലുക്കിൻ്റെ അടുത്തൊക്കെ നല്ല ലുക്കാണ്, ബട്ട് സീറ്റ് നല്ല നാരോ ആണ്, ഹാർഡുമാണ്. അതുകൊണ്ട് ബാക്കിലൊക്കെ നല്ല പെയിൻ വരുന്നുണ്ട് സീറ്റ് ഇരിക്കുമ്പം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം, ബൈക്കിൽ ഗ്രാബ് റെയിൽ വരുന്നില്ല. അത് അക്സസറി ആയിട്ടാണ് വരുന്നത്. ആകെ തന്നിരിക്കുന്നത് സ്ട്രാപ്പാണ് ബാക്കിൽ ഇരിക്കുന്നത് പിടിച്ചിരിക്കാൻ. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ബാക്കിൽ ഇരിക്കുന്നവർക്ക്. ആ സ്ട്രാപ്പ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ബൈക്ക് റിവേഴ്സ് എടുക്കാനും പാർക്ക് ചെയ്യാനും കുറച്ച് ഉരുട്ടാനൊക്കെ ആയിരിക്കും. പിന്നെ ടൂറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ തന്നെ ബാക്കിൽ നല്ല പെയിൻ വരുന്നുണ്ട്. പാസഞ്ചറിനായാലും പെരിയനായാലും ടൂറിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ബൈക്കിൻ്റെ റൈഡിംഗ് പൊസിഷനെല്ലാം കുറച്ച് സ്പോർട്ടിയാണ്, കുറച്ച് ലീൻ ഫോർവേഡ് ആണ്, ലെഗ്സ് കുറച്ച് ബെൻഡ് ഉണ്ട്. ബട്ട് ആക്ച്വലി ബൈക്ക് ഓടിക്കുമ്പോൾ ആ സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ബൈക്കിൽ ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററിലാണ്. അതിൽ ഓയിൽ മാറ്റും, പിന്നെ ചെയിൻ ലൂപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ 1300 1400 ആവും. നെക്സ്റ്റ് സർവീസ് വരുന്നത് എവറി 4 months ഓർ 4000 കിലോമീറ്ററിലാണ്. ഒരു വർഷം ഇതിനും എല്ലാം കൂടി ഒരു 3 സർവീസ് വരും. ഇതേപോലത്തെ ഒരു ബൈക്കിന് ഒരു വർഷം 3 സർവീസ് കുറച്ച് എക്സ്പെൻസീവാണ്. 6 months ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതേപോലത്തെ ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ബൈക്കിന് ഇത്രയും സർവീസ് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും വർഷം സർവീസ് ചെയ്യുന്നത്. ബൈക്കിന്റെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ റെവ് ചെയ്ത് കോർണർ ചെയ്ത് ഓടിക്കണം. കോർണറിലൊക്കെ നല്ല സ്റ്റെബിലിറ്റിയാണ് ബൈക്ക്. ഒരു കുലുക്കോ സ്റ്റെബിലിറ്റി മാത്രമല്ല, കോർണർ എടുക്കാനും എളുപ്പമാണ്. ബൈക്ക് ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റാണ്. ബൈക്ക് റെട്രോ ലുക്കിംഗ് സ്പോർട്സ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞു തരികയാണെങ്കിൽ ഇത് ആട്ടും തോലിട്ട R15 എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്പോർട്സ് ബൈക്കാണ്. ഈ ബൈക്ക് സിറ്റിയിൽ വളരെ ഈസി ടു യൂസ് ആണ്. വെട്ടിച്ച് കിടക്കാൻ വളരെ എളുപ്പമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബൈക്കിന് ഷോർട്ടർ വീൽ ബേസ് ആണ്, പിന്നെ ഷാർപ്പ് ബ്രേക്കും ആണ്. അത് ഞാൻ വീൽ ബേസ് എന്താണെന്ന് പറയാം. വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആക്സിലോട്ട് റിയർ ആക്സിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ബൈക്കിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ വളരെ ഷാർപ്പായിട്ട് യൂസ് ചെയ്യാനെങ്കിലും ഹൈവേ പോകുമ്പോൾ ചെറിയ സ്റ്റെബിലിറ്റി ഇഷ്യൂ വരും. നിങ്ങൾ ഈ വീഡിയോ അടുത്ത വീഡിയോ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, മരം ക്രോസ് ചെയ്ത ബൈക്കിന് ചെറിയൊരു ആട്ടം വന്നു. കാരണം റോഡിൽ ഒരു ചെറിയൊരു കുഴിയുണ്ടല്ലോ, അതിൽ കയറിയ ബൈക്കിൻ്റെ കുറച്ച് അൺസ്റ്റേബിൾ ആയി പോയി. അപ്പോഴാണ് സംഭവിച്ചത്. ബൈക്ക് കയ്യിൽ നിന്നൊന്നും പോകത്തില്ല, ബട്ട് ചെറിയൊരു കുലുക്കം എന്നിട്ട് അങ്ങ് സ്റ്റേബിൾ ആയി പോയി. ഇതാണ് ഷോർട്ടർ വീൽ ബേസിൻ്റെ പ്രശ്നം. ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റി ഡിസൈഡ് ചെയ്യുന്ന വീൽ ബേസ്, ബ്രേക്ക് ആംഗിൾ, ട്രെയിൻ, ഇത് മൂന്നും കൂടെയാണ് ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് ബൈക്കിൻ്റെ ഒരു കോക്പിറ്റ്. ബൈക്കിൻ്റെ കീ വരുന്നത് ഇവിടെയാണ്. ടാങ്കിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് കീ വരുന്നത്. ഒരു കുഞ്ഞ് TFT ഡിസ്പ്ലേ ഉണ്ട്. കളറല്ല, നോർമൽ ഡ്യുവൽ ടോൺ TFT. പിന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ പാസും ഹൈ ബീമും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇവിടെ ബൈക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാകും. ടാങ്കൊക്കെ ഒരു കുഞ്ഞു ടാങ്കാണ്, ഒരു 10 ലിറ്റർ ടാങ്ക്. ഇത്രയും മൈലേജ് ഉള്ളതുകൊണ്ട് ടാങ്ക് അത്യാവശ്യം നല്ലതാണ്. പിന്നെ വരുന്നത് ഒരു സിമ്പിൾ TFT ആണ്. ഇവിടെ എല്ലാ ലൈറ്റും ഉണ്ട്. ന്യൂട്രൽ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ABS ഓൺ ആൻഡ് ഓഫ്, എൻജിൻ ലൈറ്റ്, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ഹൈ ബീമും ഇൻഡിക്കേറ്റേഴ്സിന്. ഇത്രയും വലിയ ബസ്സിലാണെങ്കിൽ പോലും ഡിസ്പ്ലേ ചെറുതാണ്. എന്താ അറിയത്തില്ല, കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേ ആക്കാമായിരുന്നു. ഇത് വരുന്നത് സ്പീഡ്, ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ. പിന്നെ വരുന്നത് ബൈക്കിൽ ട്രിപ്പ് കാണിക്കും. പിന്നെ സ്വിച്ച് കൺട്രോൾസ് വരുന്നത് ഇവിടെയാണ് സൈഡിൽ. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് മാറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സ്വിച്ച് 2 സൈഡിലും വരുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും. ഈ സൈഡിൽ എന്തിനാ 2 സ്വിച്ച് കൊടുത്തതിന് ഫസ്റ്റ് മനസ്സിലായിട്ടില്ല. അതിൻ്റെ കൂടെ സ്വിച്ചിനകത്ത്
പ്രയോഗിക്കാനൊന്നും പറ്റത്തില്ല, അവിടെ മൊത്തം തട്ടി നിൽക്കുക. പിന്നെ ഇത് റൈഡ് ബൈ വയറാ, ഇത് കേബിളാ, 2 കേബിളുണ്ട്, റിലീസും ഫുള്ളും റിലീസും. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ ഒരു ആവറേജ് ബ്രേക്കിംഗ് ഫീലാണ്, ഒട്ടും ബ്രേക്ക് ഫീലില്ല. ഈ മരത്തിൽ പിടിക്കുന്ന അതേ ഫീലാണ്, ഫീഡ്ബാക്ക് ഫീല് ഫീലും ഇല്ല. ബൈക്കിൻ്റെ സസ്പെൻഷൻ ഷാർപ്പാണ്, ബൈക്ക് ഹൈ റൈഡിങ് എഞ്ചിനാണ്, നന്നായിട്ട് കോൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ബ്രേക്കിംഗ് അത്ര കോൺഫിഡൻസ് ഇല്ല. ബ്രേക്കിംഗ് ഓക്കെയാണ്, മോശമൊന്നുമല്ല, ഓക്കെയാണ്. ബട്ട് ഇത്ര സ്പീഡിൽ പോവും, ഇത്ര ഷാർപ്പായിട്ട് ഹാൻഡിൽ ചെയ്യും, അപ്പം ബ്രേക്കിംഗ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. ഈ ബൈക്കിൽ നമുക്ക് വൈബ്രേഷൻ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ബൈക്ക് റെഡ് ലൈൻ ചെയ്ത് റെവ് ലിമിറ്റർ അടിച്ചാൽ പോലും ചെറിയ തയ്പ്പ് മാത്രം ടോപ്പ് എൻഡിൽ കിട്ടുന്നുള്ളൂ. അത് യമഹയ്ക്ക് ഫുൾ ഓൺ ഫുൾ മാർക്ക് കൊടുക്കേണ്ടി വരും. സിംഗിൾ സിലിണ്ടർ ആയിട്ട് പോലും ബൈക്കിന് ഒട്ടും വൈബ്രേഷൻ ഇല്ല. ഇതിൽ ഹെഡ്ലൈറ്റ് ഒന്നും LED സെറ്റപ്പാണ്. ലോ ബീം ഹൈ ബീം ആയാലും നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. സിറ്റിയിലായാലും ഹൈവേയിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിട്ടിയ ബൈക്കിൽ ഹൈ ബീമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അത്ര കറക്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. ഹെഡ്ലൈറ്റിനെ കുറിച്ച് മോശമൊന്നും പറയാൻ നല്ലതാണ്. നിങ്ങൾ ബൈക്ക് മേടിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഓടിച്ച് നോക്കി മേടിക്കും. ഇതിൻ്റെ റെട്രോ ലുക്ക് കണ്ട് മാത്രം മേടിക്കരുത്. കാരണം ഇതിൻ്റെ സസ്പെൻഷൻ അത്ര സോഫ്റ്റ് അല്ല. നമ്മുടെ സിറ്റി റോഡൊക്കെ അത്യാവശ്യം കുറച്ച് കട്ടറും ബമ്പൊക്കെ ഉള്ള റോഡാണ്. അപ്പം സസ്പെൻഷൻ സ്റ്റിഫ് ആയതാണ് ബുദ്ധിമുട്ടാവും. ഇത് മോശം ബൈക്കെന്ന് ഒരിക്കലും പറയത്തില്ല. ഈ സിറ്റി യൂസിനൊക്കെ അത്യാവശ്യം നല്ല ബൈക്കാണ്. ഡെയിലി യൂസിനും ഓഫീസ് യൂസിനൊക്കെ നല്ല മൈലേജ് കൊണ്ട് ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് വളരെ നല്ല സിറ്റി ബൈക്കാണ്. പിന്നെ വീക്കെൻഡ്സിലായാലും നമുക്ക് പൊളിച്ചോട്ടിക്കണമെങ്കിലും ചെറിയ ടൂർ പോകുന്നെങ്കിലും അതിനൊക്കെ അത്യാവശ്യം കൊള്ളാം. 100 കിലോമീറ്റർ ടൂറൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. മൊത്തത്തോടെ പറയുകയാണെങ്കിൽ നല്ല ബൈക്കാണ്. നിങ്ങളുടെ ഓടിച്ച് നോക്കി നിങ്ങൾക്ക് സസ്പെൻഷനൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ മേടിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം XSRൻ്റെ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് വലിയ സപ്പോർട്ടിംഗ് ആയിരിക്കും. താങ്ക് യു.